ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2005 പുറത്തിറങ്ങിയ ഒരു ബ്രിട്ടീഷ് സ്പാനിഷ് ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ഫ്രജൈൽ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രം തുടങ്ങുന്നത് ഒരു ട്രെയിൻ അപകടത്തിന്റെ വാർത്ത കാണിച്ചുകൊണ്ടാണ്. മേഴ്സി ഫോൾസ് എന്ന ആശുപത്രിക്ക് തൊട്ടായിട്ടാണ് ഈ ഒരു ട്രെയിൻ അപകടം നടന്നിരിക്കുന്നത്. എന്നാൽ പരിക്കേറ്റവരെ ഒന്നും തന്നെ ഈ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം മേഴ്സി ഫോൾ എന്ന ഈ ഹോസ്പിറ്റല് പാഴടഞ്ഞു പോയി അടച്ചു പൂട്ടിയൊരവസ്ഥയിലാണ്. അവിടെയുള്ള പേഷ്യൻസിനെയൊക്കെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളത് കുഞ്ഞുങ്ങളുടെ വിഭാഗത്തിലെ പേഷ്യൻസ് മാത്രമാണ്. അതിനു മുന്നേ ഈ ഒരു അപകടം നടന്നത് കാരണം സെയിന്റ് ജെയിംസ് എന്ന ഹോസ്പിറ്റലിലെ തിരക്ക് കഴിയുന്നത് വരെ കുഞ്ഞുങ്ങൾ കാത്തിരിക്കണം. എന്നാലേ ഈ ഒരു പഴയ കെട്ടിടത്തിൽ നിന്ന് അവരെ മാറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പുലർച്ചെ 3 മണിക്ക് മേഴ്സി ഫോൾസ് എന്ന ഹോസ്പിറ്റലിലെ നഴ്സായ സൂസൻ തിരക്കിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഒരു കൊച്ചു പെൺകുട്ടി പേടിച്ച് വിറച്ച് സൂസന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ പേരാണ് മാഗി. അവൾ ഇവിടെ തന്നെയുണ്ട്, എനിക്ക് പേടിയാ. മാഗി ഇത് പറഞ്ഞതും സൂസൻ കുഞ്ഞിനെ വഴക്ക് പറയും. മാഗി, നീ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. എനിക്കിതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഇന്ന് ഈ ഹോസ്പിറ്റലിലെ അവസാന രാത്രിയാണ്. നാളെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. പോയി കിടന്നുറങ്ങാൻ പറഞ്ഞ് സൂസൻ കുഞ്ഞിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. മാഗി പേടിച്ച് ബെഡിൽ ചെന്ന് കിടക്കുന്നുണ്ട്. എന്നാ അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഒക്കെ തനിയെ അനങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് മാഗിയുടെ തൊട്ടടുത്ത ബെഡിലുണ്ടായിരുന്ന സൈമൺ എന്നൊരു ആൺകുട്ടി വേദന കൊണ്ട് അലറി വിളിക്കാൻ തുടങ്ങി. ഈ ബഹളങ്ങളൊക്കെ കേട്ട് ഡോക്ടർ മാർക്കസും നേഴ്സൊക്കെ അങ്ങോട്ട് ഓടിയെത്തി. ഈ സമയം സൂസൻ ആകെ അപ്സെറ്റായി. കാരണം കുഞ്ഞിന് എന്ത് പറ്റിയതാന്ന് അറിയില്ലല്ലോ. ഡോക്ടർ, ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. നിങ്ങൾ ആരും എന്താ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തെ? ഉടനെ തന്നെ ഡോക്ടർ കുഞ്ഞിന്റെ എക്സ്റേ എടുത്തു നോക്കി. സൈമന്റെ കാലിലെ ഒരു എല്ല് ഒടിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട് ഡോക്ടറും സൂസനും ഒരേപോലെ ഷോക്കായി. സൂസൻ ആയിരുന്നു കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത്. സൈമൺ ബെഡിൽ നിന്ന് താഴേക്ക് വീണിട്ടില്ല. തനിക്ക് എന്ത് പറ്റിയതാണെന്ന് സൈമണ് പോലും യാതൊരു പിടിയില്ല. ഇവര് ചെല്ലുമ്പോ കുഞ്ഞ് ബെഡിലിരുന്ന് കരയുമായിരുന്നു. ഇത് കണ്ട് സൂസൻ ആകെ ടെൻഷനായി. ഡോക്ടർ, ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞതല്ലേ ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. മാർക്കസ് ആണെങ്കിലേ നഴ്സിനെ സമാധാനിപ്പിക്കുക. ഇതെല്ലാം നിന്റെ തോന്നലാണ്, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞ മാർക്കസ് വീണ്ടും കുഞ്ഞിന്റെ അടുത്ത കാലിലെ എക്സ്റേ എടുത്തു നോക്കി. അടുത്ത സെക്കൻഡിൽ തന്നെ സൈമന്റെ അടുത്ത കാലം തനിയെ ഒടിയാണ്. കുഞ്ഞ് വേദന കൊണ്ട് നിലവിളിച്ച് കരയുന്നുണ്ട്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഫ്രജൈൽ. അടുത്ത സീനില് ഈ സംഭവങ്ങൾ കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. ഇതാണ് ചിത്രത്തിലെ കഥാനായിക എമി. മേഴ്സി ഫോൾസ് എന്ന ഹോസ്പിറ്റലിലേക്ക് പുതുതായിട്ട് ജോലിക്ക് വന്ന പീഡിയാട്രിക് നേഴ്സാണ്. കാരണം 2 ദിവസം മുന്നേ സൂസൻ എന്ന നേഴ്സ് ലീവിന് പോയി. അതിന് പകരമായിട്ട് വന്നതാണ് നമ്മുടെ നായിക. മേഴ്സി ഫോൾസ് എന്ന ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ഐലാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ജീവനക്കാരനായ റോയ് നമ്മുടെ നായികയെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിക്ക് ആശുപത്രിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങള് അവളോട് പറയുന്നുണ്ട്. ഒരുവിധം എല്ലാ പേഷ്യൻസിനെയും പുതിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണം എന്നൊക്കെ. ഈ ആശുപത്രിയിലെ തന്നെ സീനിയർ ഡോക്ടറായ മിസ്സിസ് ഫോർഡാണ് നമ്മുടെ എമിയെ ഇങ്ങോട്ട് ഹയർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ എന്ത് എമർജൻസി ആണെങ്കിലും ഇവിടുത്തെ ലാൻഡ് ഫോൺ വർക്ക് ചെയ്യില്ല. അതിന് മൊബൈൽ ഫോൺ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അവര് സാധനങ്ങളൊക്കെ തിരക്കിട്ട് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ മിസ്സിസ് ഫോർഡ് എമിയെ കുഞ്ഞുങ്ങളുടെ വാർഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ഈ സമയം അവർ ആ ലിഫ്റ്റിനകത്തേക്ക് കയറുമ്പോ അതിനകത്ത് 2nd ഫ്ലോറിലേക്ക് പോകാനുള്ള ബട്ടൺ ഇല്ല. അക്കാര്യം അവള് മിസ്സിസ് ഫോർഡിനോട് ചോദിക്കും. ഏകദേശം 1959 മുതൽ 2ാമത്തെ ഫ്ലോറ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ആരും തന്നെ ആ പരിസരത്തേക്ക് പോലും പോവാറില്ല. അവരങ്ങനെ 1st ഫ്ലോറിലെത്തി. ഡോക്ടർ അവൾക്ക് മറ്റേ സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഹെലൻ. കുഞ്ഞുങ്ങളെ പകല് നോക്കുന്നത് ഈ ഒരു നഴ്സാണ്. ഇനി രാത്രി നോക്കേണ്ടത് നമ്മുടെ എമിയാണ്. ഇപ്പോ ഈ ഹോസ്പിറ്റലിൽ മൊത്തം 8 കുഞ്ഞുങ്ങൾ മാത്രമാണുള്ളത്. ഇന്ന് അവരുടെ വിസിറ്റിംഗ് ഡേ ആണ്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ പേരൻസിനെ കാണാം, അവരോടൊപ്പം കളിക്കാം. സാധാരണ ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഇന്ന് വളരെ ഹാപ്പിയാണ്, കാമാണ്. ഹെലൻ അങ്ങനെ കുഞ്ഞുങ്ങളെ വിളിച്ച് നമ്മുടെ എമിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എമി പതിയെ ചെന്ന് നമ്മുടെ മാഗിയോട് സംസാരിക്കുകയാണ്. ഹേയ്, നിന്റെ പേരെന്താണ്? അതിന് മാഗി വാ തുറന്നൊന്നും തന്നെ സംസാരിക്കില്ല. അവിടെയുള്ള ബ്ലോക്സ് വെച്ച് തന്റെ പേരെഴുതി കാണിക്കും. ഈ മാഗിക്ക് പാരന്റ്സും ബന്ധുക്കളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ
തന്നെ മാഗി ഇന്ന് വളരെ സങ്കടത്തിലാണ്. അതുകൊണ്ട് എമി അവളെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ ബ്ലോഗ്സ് ഒക്കെ കാണാൻ എന്ത് രസല്ലേ. അതിന് മാഗി പറയും, ഇതൊന്നും എനിക്ക് കളിക്കാനുള്ളതല്ല, ഇതെനിക്ക് സംസാരിക്കാൻ വേണ്ടിയാണ്. ഇത് കേട്ട് എമി ആകെ ക്യൂരിയസ് ആയി. സംസാരിക്കാനോ? ആരോട്? മാഗി അത് ആരോടാണ് എന്ന് പറയുന്നതിന് മുന്നേ ഹെലൻ പെട്ടെന്ന് തന്നെ നമ്മുടെ എമിയുടെ ശ്രദ്ധ തിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അതിനുശേഷം ഹെലൻ നമ്മുടെ എമിയെ കുഞ്ഞുങ്ങളുടെ വാർഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവള് കുഞ്ഞുങ്ങളുടെ അസുഖ വിവരത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ നേരത്താണ് ഡോക്ടേഴ്സ് കാല് ഫ്രാക്ചർ ആയ നമ്മുടെ സൈമനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. എമി കുഞ്ഞിനോട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയതാ? അതിന് സൈമൺ ഒന്നും തന്നെ മറുപടി പറയില്ല. അങ്ങനെ തന്റെ മുറിയിലെത്തിയ എമി ചില പിൽസ് എടുത്ത് കഴിക്കുന്നുണ്ട്. അവള് സങ്കടപ്പെട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അന്ന് രാത്രി ആയതോടെ ഹെലൻ തന്റെ ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഇനി കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് എമിയാണ്. കുറച്ചു കഴിഞ്ഞാൽ ഡോക്ടർ മാർക്കസ് വരും. ഇനി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഡോക്ടറോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ഹെലൻ അവിടെ നിന്ന് പോയി. ഈ സമയം എമി ആണെങ്കിൽ മാഗിയുടെ മെഡിക്കൽ ഫയൽസ് ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിലെ ലൈറ്റ്സ് ഒക്കെ ഓഫായി. കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉറക്കത്തിലാണ്. കൂട്ടത്തില് മാഗി മാത്രം ഉറങ്ങാതിരിക്കുന്നുണ്ട്. എമി കുഞ്ഞിനോട് എന്തൊക്കെയോ സംസാരിച്ചിരുന്ന് മാഗിയോട് കൂട്ടായി. മാഗിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞു പുതപ്പിന് നായിക ഒരു പേരിടുന്നുണ്ട്, മിസ്റ്റർ സ്ലീപ്പി. എങ്ങനെയെങ്കിലും അവള് കുഞ്ഞിനെ ഉറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ഈ നേരത്ത് മാഗി ഒരു പേര് പറയും, ഷാർലറ്റ്. ഞാൻ ആ ബ്ലോക്ക് വെച്ച് ഷാർലറ്റിനോട് സംസാരിക്കാറുണ്ട്. ഇത് കേട്ട് എമി ആകെ ഷോക്കായി. ഷാർലറ്റോ? അതാരാ? അതിന് മാഗി പറയുന്നത് അതൊരു പെൺകുട്ടിയാണ്. അവളെ കാണാൻ വളരെ സ്ട്രേഞ്ച് ആണ്, ഒരു മെക്കാനിക്കൽ ഗേൾ. കാരണം ഷാർലറ്റിന്റെ ദേഹം മൊത്തം ബ്രേസസ് ആണ്, കമ്പിയാണ്. അതുകൊണ്ടാണ് മാഗി ആ പെൺകുട്ടിയെ മെക്കാനിക്കൽ ഗേൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോ എമി വിചാരിക്കുന്നത് ഷാർലറ്റ് എന്നത് കുഞ്ഞിന്റെ ഇമാജിനറി ഫ്രണ്ട് ആണ്. കാരണം മാഗി ആ പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്നത് രണ്ടാമത്തെ നിലയിലാണ്. അവിടേക്ക് ആരും തന്നെ പോവാറില്ല. അക്കാര്യം എമിക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ എമി മാഗി പറഞ്ഞ ഇക്കാര്യം അതത്രയ്ക്ക് കാര്യമാക്കി എടുക്കില്ല. ഇനി ഷാർലറ്റിനെ കാണുകയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ, എനിക്കും അവളോട് സംസാരിക്കാലോ. എമി അങ്ങനെ കുഞ്ഞിനോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി. ഒരല്പസമയം കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് എന്തൊക്കെയോ തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദങ്ങൾ കേൾക്കാം. അവളത് എന്താണെന്നറിയാനായിട്ട് ഇടനാഴിയിലൂടെ നടക്കുമ്പോ എന്തോ ഒരു കറുത്ത രൂപം പ്ലേ റൂമിലേക്ക് പോകുന്നത് നമ്മുടെ എമി കാണും. അവള് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോ പ്ലേ റൂമില് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. താഴെ കിടന്നിരുന്ന ആ ബ്ലോക്സില് മൈൻ എന്ന് കാണാം. എമി അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുക. ഇവിടെ കുഞ്ഞുങ്ങളുടെ മുറിയില് മാഗിക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന ഗ്ലാസ് തനിയെ പൊട്ടുന്നു. കുഞ്ഞുങ്ങള് നിലവിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴും സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് എന്തോ തട്ടുന്ന മുട്ടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാം. എമി പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവരെ സമാധാനപ്പെടുത്തി അവരെ ഉറക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയം മാഗി ഉറക്കെ വിളിച്ച് പറയും, അത് അവളാണ് ഷാർലറ്റ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവളിപ്പോ ദേഷ്യത്തിലാണ്. ഇത് കേട്ട് എമി ഒന്നും തന്നെ മിണ്ടാൻ പറ്റാതെ പകച്ചു നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ എമി താഴേക്ക് ഇറങ്ങി വന്ന് ഒരു മെയിൽ നേഴ്സിനെ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, മുകളിൽ നിന്ന് നിങ്ങൾ ആ ശബ്ദങ്ങളൊന്നും കേട്ടില്ലേ? ഇത് കേട്ട് മാറ്റ് പറയും, ഇത് ഒത്തിരി പഴക്കം ചെന്നൊരു കെട്ടിടാണ്. സീലിംഗിലെ ഒരുപാട് വെന്റിലേഷൻ പൈപ്പുകൾ പോയിട്ടുണ്ട്. മേ ബി അതിൽ നിന്നായിരിക്കാം ഈ ശബ്ദങ്ങളൊക്കെ കേട്ടത്. വേറെ കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞ് അയാള് എമിയെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയാണ്. ഇനി ഇതൊക്കെ തന്റെ തോന്നലാണോ? എമി നേരെ ചെന്ന് തന്റെ പിൽസ് എടുത്ത് കഴിക്കുന്നുണ്ട്. അടുത്ത ദിവസം കാലൊടിഞ്ഞ ആ പയ്യനില്ലേ സൈമൺ, അവന്റെ തുടർന്നുള്ള ചികിത്സയ്ക്ക് സൈമനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവാണ്. എല്ലാവരും ആ ഒരു തിരക്കിലാണ്. ഹെലൻ സൈമന്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുന്നു. കുട്ടികളൊക്കെ ഹെലികോപ്റ്റർ കണ്ട സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നുണ്ട്. ഈ സമയം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എമി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും അവള് റോയിയോട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാർലറ്റ് എന്ന ആ പെൺകുട്ടിയെ പറ്റി മാഗി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവള് റോയിയോട് പറയുന്നുണ്ട്. എമി, എന്നോട് ഈ കാര്യം സംസാരിക്കരുത്. എനിക്കറിയാം നീ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഷാർലറ്റിൽ എത്തിച്ചേരുമെന്ന്. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ അങ്ങനെ യാതൊരു കുഴപ്പങ്ങളുമില്ല. കുട്ടികളാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും. ഷാർലറ്റ് എന്നത് വെറും കെട്ടുകഥ മാത്രമാണ്. നീ അതിനെക്കുറിച്ച് ചിന്തിച്ച് പേടിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് റോയ് അവിടെ നിന്ന് പോവാ. അപ്പോഴേക്കും സൈമൺ ലണ്ടനിലേക്ക് പോവാനായിട്ട് കൂട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങുന്നു. എമി കുഞ്ഞിനെ വീൽ ചെയറിലിരുത്തി താഴേക്ക് പോവാനായിട്ട് ലിഫ്റ്റിനകത്തേക്ക് കയറി. ബട്ടൺ പ്രസ് ചെയ്ത് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടും ലിഫ്റ്റിന് യാതൊരു അനക്കവുമില്ല. അത് താഴേക്ക് പോകുന്നില്ല. എമിക്കും യാതൊരു പിടുത്തമില്ല. അവള് കുറെ തവണ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കി. സൈമണും ആകെ പേടിയായി തുടങ്ങി. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ലിഫ്റ്റ് താഴേക്ക് പോകുന്നതിന് പകരം അത് മുകളിലേക്ക് പോവാൻ തുടങ്ങി. അതും സെക്കൻഡ് ഫ്ലോറിലേക്ക്. അങ്ങനെ തന്നെ ആ ഷാഫ്റ്റിനകത്ത് ആ ലിഫ്റ്റ് സ്റ്റക്കായി. എമിക്കും എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. അവള് ഹെൽപ്പിനായിട്ട് ഒച്ച വെക്കുന്നുണ്ട്. ആകെ ഭയന്ന് പോയ സൈമന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഈ ബഹളങ്ങളൊക്കെ കേട്ട് റോയ് ലിഫ്റ്റിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. നിങ്ങൾ പേടിക്കാതിരിക്കെ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞ് ലിഫ്റ്റിന്റെ ചാവി എടുക്കാനായിട്ട് ഓടി. ഈ സമയം എമി സെക്കൻഡ് ഫ്ലോറിലെ ലിഫ്റ്റിന്റെ ഡോർ തുറന്നു നോക്കുമ്പോ 2ാം നില പാഴടഞ്ഞ് പ്രേതം കീറിയതുപോലെ കിടക്കുകയാണ്. കണ്ടാ തന്നെ പേടിയാവും. ഇത് കണ്ട ഉടനെ തന്നെ സൈമൺ പറയും, ഇതാ മെക്കാനിക്കൽ പെണ്ണിന്റെ പണിയാണ്, അവൾക്കിപ്പോ വേണ്ടത് തന്നെയാണ്. അങ്ങനെ തന്നെ ലിഫ്റ്റ് കുലുങ്ങി
കുലുങ്ങാൻ തുടങ്ങി. താഴെയുള്ള റോയ്ക്കും സ്റ്റാഫിനും എന്താ ചെയ്യണമെന്ന് പിടുത്തമില്ല. അവരോട് രണ്ടുപേരോടും അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞ് ഒച്ചയും ബഹളൊക്കെ വെക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ലിഫ്റ്റ് താഴേക്ക് പോയി താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഭാഗ്യത്തിന് രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. അങ്ങനെ ലിഫ്റ്റിന്റെ ഡോറ് തുറക്കുന്നു. അവര് ഉടനെ തന്നെ സൈമനെ ലണ്ടനിലേക്ക് കൊണ്ടുപോവാണ്. ഇതേ സമയം തന്നെ ലീവിന് പോയിരിക്കുന്ന സൂസനെയാണ് നമ്മളെ കാണിക്കുന്നത്. പുള്ളിക്കാരി പേടിച്ച് വെപ്രാളപ്പെട്ട് ഒരു മുത്തശ്ശിയെ ചെന്ന് കാണുന്നുണ്ട്. അവര് തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് ഇപ്പൊ നമ്മളെ കാണിക്കുന്നില്ല. ഉറപ്പായും അത് ഷാർലറ്റിനെ കുറിച്ച് തന്നെ ആയിരിക്കും. അന്ന് രാത്രി ഡ്യൂട്ടിക്ക് മുന്നേ തന്നെ എമി തന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഡോക്ടർ മാർക്കസും മാഗിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മുടെ എമിയോട് സംസാരിക്കുന്നുണ്ട്. മാഗിക്ക് സ്വന്തം എന്ന് പറയാൻ ആരും തന്നെയില്ല, ഒരു ഓർഫണാണ്. അതുപോലെ തന്നെ മാഗിക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നൊരു അസുഖമുണ്ട്. അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. രക്ഷപ്പെടുത്തുന്ന കാര്യം വളരെ പ്രയാസമാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര മാഗിയെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കേട്ട് ആകെ സങ്കടം വന്ന് പെട്ടെന്ന് തന്നെ എമി അവിടെ നിന്ന് മാറിപ്പോയി. കുഞ്ഞുങ്ങളുടെ മുറിയിലേക്ക് പോവാ. പെട്ടെന്ന് ഇരുട്ടത്ത് മാഗി നിൽക്കുന്നത് കണ്ട് നായിക ആകെ പേടിച്ചുപോയി. കുഞ്ഞ് ഷാർലറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോ എമി കുഞ്ഞിനെ തടയുന്നുണ്ട്. ഇനി ഒരിക്കലും നീ അവളെ കുറിച്ച് എന്നോട് സംസാരിക്കല്ലേ. അതിനെ മാഗി ചോദിക്കും, നീ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയില്ലേ, അപ്പോ ഷാർലറ്റിനെ കണ്ടില്ലേ? അതിനെ എമി പറയും, ഞാൻ ആരെയും കണ്ടില്ല, ഒന്നിനെയും കണ്ടില്ല. കാരണം സെക്കൻഡ് ഫ്ലോറിലേക്ക് ആർക്കും പോവാൻ പറ്റത്തില്ല, ആരും അങ്ങോട്ടേക്ക് പോവാറുമില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന്റെ മനസ്സ് മാറ്റാനായിട്ട് നോക്കി. അപ്പോഴും മാഗി പറയുന്നത് ഷാർലറ്റ് ആണ് സൈമനെ വേദനിപ്പിക്കാൻ നോക്കിയത്, അവന്റെ എല്ലുകൾ ഒടിച്ചത്. ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ നഴ്സായിരുന്ന സൂസനോട് ചോദിച്ചു നോക്ക്, അവൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം. ഇത് കേട്ടതോടെ എമി ആകെ സൈലന്റ് ആയി. നായിക ഉടനെ തന്നെ സൈമന്റെ മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചു നോക്കുന്നുണ്ട്. മാഗി പറഞ്ഞതൊക്കെ സത്യമാണോന്നറിയാൻ. സൈമന്റെ 2 കാലിലും ഫ്രാക്ചർ ഉണ്ട്. ഇതിനെക്കുറിച്ച് നായിക ഡോക്ടർ മാർക്കസിനോട് ചോദിക്കും. സത്യം പറഞ്ഞ ഡോക്ടർ മാർക്കസിനും അതിനൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സൈമനെ ചികിത്സയ്ക്കായിട്ട് ലണ്ടനിലേക്ക് കൊണ്ടുപോയത്. ഇത് കേട്ട ഉടനെ തന്നെ എമി ചോദിക്കും, ഇവിടെ എന്തൊക്കെയോ ശരിയല്ല, അതുകൊണ്ടല്ലേ സൂസൻ ജോലി വേണ്ടാന്ന് വെച്ച് പോയത്? മാർക്കസിനും പിന്നെ ഒന്നും തന്നെ പറയാനില്ല. പിറ്റേന്ന് രാവിലെ തന്നെ നായിക സൂസനെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തുമ്പോഴാണ് എമി ആ ഞെട്ടിക്കുന്ന ഒരു കാര്യം അറിയുന്നത്. സൂസൻ ഇന്നലെ രാത്രി തന്നെ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടു. എമിയെ കൊണ്ട് അത് വിശ്വസിക്കാൻ വയ്യ. എമി അങ്ങനെ തിരികെ ഹോസ്പിറ്റലിലെത്തി സൂസന്റെ മരണത്തെക്കുറിച്ച് ഹെലനോട് സംസാരിക്കുന്നുണ്ട്. ശരിക്കും അവർക്കും അതൊരു ഷോക്കായിരുന്നു. ഈ സമയം കുഞ്ഞുങ്ങളെല്ലാവരും സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നൊരു ആനിമേറ്റഡ് മൂവി ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കുകയാണ്. ആ ഒരു സിനിമയില് മരിക്കാനായിട്ട് കിടന്നിരുന്ന രാജകുമാരിക്ക് രാജകുമാരൻ ഒരു ഉമ്മ കൊടുക്കുന്നു. രാജകുമാരിക്ക് ജീവൻ തിരികെ കിട്ടുന്നു. ഈ ഒരു സീൻ കണ്ട് മാഗിക്ക് ഒരുപാട് സന്തോഷായി. അവൾ അത് കണ്ട് കരയുന്നുണ്ട്. ഇതേ സമയം തന്നെ എമി മിസ്സിസ് ഫോർഡിനെ ചെന്ന് കാണുന്നു. അവർക്കും സൂസന്റെ മരണം ഉൾക്കൊള്ളാൻ വയ്യ. അല്ല, നീ എന്തിനാ സൂസനെ കാണാൻ പോയത്? അതിനെ എമി പറയും, സൂസൻ എന്തിനെയോ ഭയക്കുന്നുണ്ടായിരുന്നു, ഞാനത് എന്താണെന്ന് കണ്ടെത്താൻ പോയതാ. ഇത് കേട്ട് മിസ്സിസ് ഫോർഡിന് നല്ല ദേഷ്യം വന്നു. നീ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്? പ്രേതങ്ങളെ കുറിച്ചാണോ? മിസ്സിസ് ഫോർഡിന് നായികയുടെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെയാണ് എമിയെ ഇങ്ങോട്ടേക്ക് ജോലിക്ക് കൊണ്ടുവന്നത്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിടരുത് എന്ന് പറഞ്ഞ് മിസ്സിസ് ഫോർഡ് അവളെ വാൺ ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി മാഗി ഉറങ്ങുന്നതിന് മുൻപ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന സിനിമയിലെ രാജകുമാരനെ കുറിച്ചും രാജകുമാരിയെ കുറിച്ചൊക്കെ നായിക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് തമ്മില് അത്രയും പ്രണയത്തിലായിരുന്നു അല്ലെ? അല്ലെങ്കിൽ രാജകുമാരി മരണത്തിൽ നിന്ന് തിരിച്ചു വരില്ലായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത ബെഡില് എന്തോ അനങ്ങുന്നുണ്ട്. അപ്പോ മാഗി ചോദിക്കും, സൈമൺ തിരിച്ചു വന്നു? അത് കേട്ട് എമി ആ ബെഡിലേക്ക് നോക്കുമ്പോഴേ ആ ബെഡ്ഷീറ്റിനകത്ത് എന്തോ അനങ്ങുന്നുണ്ട്. അവള് പതിയെ ചെന്ന് ആ ബെഡ്ഷീറ്റ് വലിച്ചു നോക്കുമ്പോ അതിനകത്ത് ഒന്നുമില്ല. ആ ബഹളങ്ങളൊക്കെ കേട്ട് കുഞ്ഞുങ്ങൾ ആകെ ഭയന്നുപോയി. ഡോക്ടർ മാർക്കസും അങ്ങോട്ട് ഓടിയെത്തി. നടന്ന എല്ലാ കാര്യങ്ങളും എമി ഡോക്ടറിനോട് പറയുന്നുണ്ടെങ്കിലും മാർക്കസ് അത് വിശ്വസിക്കില്ല. മറ്റുള്ള സ്റ്റാഫും എമി പറയുന്നത് വിശ്വസിക്കില്ല. എമി നേരെ ചെന്ന് തന്റെ മരുന്നെടുത്ത് കഴിക്കുന്നുണ്ട്. ഇനി മാർക്കസ് പറയുന്നത് പോലെ ഇതൊക്കെ തന്റെ തോന്നലാണെങ്കിലോ? എമി മുൻപ് ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ നായികയുടെ അശ്രദ്ധ കാരണം ഒരു കുഞ്ഞിനെ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അത് തന്റെ മാത്രം തെറ്റാണെന്ന കുറ്റബോധത്തിലാണ് എമി സ്ട്രെസ്സിന് വേണ്ടി മരുന്ന് കഴിക്കുന്നത്. ഡോക്ടർ മാർക്കസ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അത് നിന്റെ തെറ്റായിരുന്നില്ല എമി, അത് ആർക്കും പറ്റാവുന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു. നീ ഇപ്പോ കുഞ്ഞുങ്ങളുടെ കാര്യത്തില് ഓവർ പ്രൊട്ടക്റ്റീവ് ആണ്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം നീ ഇപ്പോ ഇല്ലാത്ത പല കാര്യങ്ങളും കാണുന്നു, കേൾക്കുന്നു, ഭയപ്പെടുന്നു. ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞ് എമിയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ എമി സൈക്കിക് ഹീലേഴ്സ് ആയ 2 മുത്തശ്ശിമാരെ കാണാനായിട്ട് പോയി. മരണപ്പെട്ട സൂസനും സഹായത്തിനായിട്ട് ഈ 2 മുത്തശ്ശിമാരെ കാണാനായിട്ട് വന്നിരുന്നു. സൂസൻ എന്തിനെയോ ഭയപ്പെട്ടിരുന്നു. അവൾക്കതിനുള്ള ഉത്തരം വേണമായിരുന്നു. ഇപ്പോ ഓൾഗ മുത്തശ്ശി പറയും, എമി നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഈ
ജീവിതം ഒരു യാത്രയാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു യാത്ര, മരിച്ചവരുടെ ലോകത്തിലേക്കുള്ള യാത്ര. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും മരിച്ചവരെ കാണാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് അത് പറ്റാത്ത കാര്യമാണ്. എന്നാൽ ചിലരെ കൊണ്ട് അത് സാധിക്കും. അതായത് മരണം അടുത്തെത്തിയവർക്ക് മാത്രമേ മരിച്ചുപോയവരെ കാണാൻ പറ്റത്തുള്ളൂ. സൂസൻ പ്രേതങ്ങളെ കണ്ടിരുന്നു, ഷാർലറ്റിനെ കണ്ടിരുന്നു. അങ്ങനെ അവളും മരണപ്പെട്ടു. നമ്മള് മരിക്കുന്നതിന് തൊട്ടു മുൻപാണ് മരിച്ചുപോയവരെ കാണുന്നത്. ഇത് കേട്ട് എമി മുത്തശ്ശിയോട് ചോദിക്കും, ആ ഹോസ്പിറ്റലില് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അതിന് മുത്തശ്ശി പറയും, അവിടെ ആരെങ്കിലും മരിക്കണം എന്ന നിർബന്ധമില്ല. അതൊരിക്കലും സ്ഥലത്തെ ചുറ്റിപ്പറ്റിയല്ല. അതിനുമപ്പുറം മരണപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടതെന്തോ അവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് പ്രേതങ്ങൾ അവിടെ അലഞ്ഞു തിരിയുന്നത്. അങ്ങനെ മുത്തശ്ശിമാരെ കണ്ട് സംസാരിച്ചതിന് ശേഷം നായിക തിരികെ ആശുപത്രിയിലേക്ക് വന്നു. ഈ സമയം മാഗിക്ക് ആസ്മ അറ്റാക്ക് വന്ന് കുഞ്ഞിപ്പോ ട്രീറ്റ്മെന്റിലാണ്. ഡോക്ടേഴ്സിനെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു. രക്ഷപ്പെടുത്താൻ കഴിയും എന്നൊരു ഹോപ്പ് അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും മാഗി ഇപ്പൊ സ്റ്റേബിൾ ആണ്. എമി ഉടനെ തന്നെ തിരക്കിട്ട് റോയോട് ചെന്ന് ഷാർലറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങള് ഷാർലറ്റിനെ കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അതിന് റോയ് പറയും, ഉണ്ടല്ലോ, ഒരുപാട് കുഞ്ഞുങ്ങള് ഷാർലറ്റിനെ കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരാരും തന്നെ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. റോയ് അങ്ങനെ ആ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് എമിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് കണ്ട് എമിക്ക് ആകെ പേടിയായി. അവൾ ഉടനെ തന്നെ മാഗിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മാഗി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? നീ എന്നോട് സത്യം പറയൂ, നീ ശരിക്കും ഷാർലറ്റിനെ കണ്ടിട്ടുണ്ടോ? അതിന് മാഗി അതേന്ന് പറഞ്ഞ് തലയാട്ടും. ഇതോടുകൂടി എമിക്കൊരു കാര്യം ഉറപ്പായി. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതും അവരുടെ മരണത്തിന് കാരണം അത് ഷാർലറ്റിന്റെ പ്രേതമാണ്. ഇനി ഷാർലറ്റിന്റെ അടുത്ത ഇര അത് മാഗിയാണ്. ഇതേ സമയം തന്നെ റോയ് പ്ലേ റൂമിലെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുക. പെട്ടെന്ന് ആൽഫബറ്റ് ബ്ലോക്കൊക്കെ തനിയെ നീങ്ങാൻ തുടങ്ങി. ഡോണ്ട് ടച്ച്, ഇത് നിന്റെ അല്ലാന്ന് ആ ബ്ലോക്കിൽ കാണിക്കും. അടുത്ത സെക്കൻഡിൽ തന്നെ റോയിയുടെ മൂക്കിൽ നിന്ന് കുടുകുടാന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. സീലിംഗ് ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നുണ്ട്. അങ്ങനെ തന്നെ റോയിയുടെ കാല് ആരോ പിടിച്ച് ഒടിക്കുന്നുണ്ട്. അയാൾ അങ്ങനെ താഴേക്ക് വന്ന് വീണു. നോക്കുമ്പോഴേ ഷാർലറ്റിന്റെ പ്രേതം റോയിയുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ തന്നെ റോയ് പറന്ന് തെറിച്ച് ജനാല വഴി പുറത്തേക്ക് വീഴുന്നു. റോയ് അങ്ങനെ മരണപ്പെടുവാണ്. സംഭവം അറിഞ്ഞ് താഴേക്ക് ഓടി വന്ന നായിക മിസ്സിസ് ഫോർഡിനോട് ഒത്തിരി ചൂടായി. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ആദ്യം സൂസൻ, പിന്നെ സൈമൺ, ഇപ്പതേ റോയ്. ഇനി എന്നെ കൊണ്ട് കാത്തിരിക്കാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ ഈ നരകത്തിൽ നിന്ന് മാറ്റണം. എന്തൊക്കെ പറഞ്ഞിട്ടും ഇത് ചെയ്തത് ഷാർലറ്റ് ആണെന്ന് മിസ്സിസ് ഫോർഡ് സമ്മതിക്കില്ല. മാർക്കസ് ആണെങ്കിൽ എമിയെ സമാധാനിപ്പിക്കാൻ നോക്കി. എന്നാ നായിക പറയും, ഇനി എനിക്ക് നിങ്ങളെ പോലെ ഇവിടെ നടക്കുന്നതൊക്കെ കണ്ട് ഒന്നും അറിയാത്തതുപോലെ മിണ്ടാതിരിക്കാൻ വയ്യ. ഞാനൊരിക്കലും സൂസനെ പോലെ പേടിച്ചോടി പോവില്ല. ഇനി അവള് ഒരു കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോ ഹെലന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ തനിക്ക് ചുറ്റും ഒന്നും നടക്കുന്നില്ല എന്നും പറഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ ആക്ട് ചെയ്യാൻ ശ്രമിക്കുക. സത്യത്തിലെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഹെലനും അറിയാം. ഭയം കാരണം ആരും അത് പുറത്തേക്ക് കാണിക്കുന്നില്ല. പ്രിറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ സമയം മാഗി അങ്ങോട്ട് വന്ന് നമ്മുടെ നായികയ്ക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനുള്ള ഒരു സീക്രട്ട് വഴി എമിക്ക് കാണിച്ചു കൊടുക്കും. ഇതുവഴിയാണ് ഷാർലറ്റിന്റെ പ്രേതം പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവസാനമായി ഈ വഴി കണ്ടുപിടിച്ച് മുകളിലേക്ക് പോയത് സൂസനായിരുന്നു. എമി ഉടനെ തന്നെ കുഞ്ഞിനെ ഉറങ്ങാനായിട്ട് അവിടെ നിന്ന് നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. നായിക ഒരു ഏണി വെച്ച് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി. അവള് തെളിവിനായിട്ട് അവിടെ എന്തൊക്കെയോ തെരഞ്ഞു നോക്കി. ഈ സമയം അവിടെയുള്ള ഒരു അലമാര അത് തനിയെ തുറന്നു വന്നു. ആ അലമാരക്കകത്ത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു നഴ്സിന്റെയും ഒരു പെൺകുട്ടിയുടെയും ഫോട്ടോ. ഫോട്ടോയുടെ പിറകിൽ നോക്കുമ്പോൾ അതിലെ രണ്ടുപേരുടെയും പേരെഴുതി വെച്ചിരുന്നു, ഷാർലറ്റ് ആൻഡ് മാൻഡി. ആ പെൺകുട്ടിയുടെ കാലില് ബ്രേസസ് ഫിക്സ് ചെയ്തിരുന്നു. ആകെ ക്യൂരിയസ് ആയ എമി വേഗം തന്നെ അവിടെയെല്ലാം തെരയുന്നുണ്ട്. ഒരു കുഞ്ഞു പെട്ടിക്കകത്ത് ഒരു ഫിലിം റോൾ ഉണ്ടായിരുന്നു. അതല്ലാതെ ഷാർലറ്റിനെ കുറിച്ചുള്ള മറ്റൊന്നും തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. നായിക അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ എമിക്ക് തന്റെ പിറകിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. അവള് തിരിഞ്ഞു നോക്കുമ്പോ അത് ഷാർലറ്റിന്റെ പ്രേതമാണ്. അതുകണ്ട് എമി അങ്ങനെ പേടിച്ച് പകച്ചു നിൽക്കുക. അപ്പോഴേക്കും മാഗി അങ്ങോട്ട് ഓടി വന്ന് എമിയെ പിടിച്ച് വലിച്ചുകൊണ്ട് താഴേക്ക് ഓടി. ആ ഓടുന്ന ഓട്ടത്തില് നമ്മുടെ മാഗിയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു പുതപ്പില്ലേ, അതവിടെ താഴെ വീണുപോയി. കുഞ്ഞിനാണെങ്കിലേ ആ പുതപ്പില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല. താഴെ എത്തിയ ഉടനെ തന്നെ എമി സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കിട്ടിയ ഫോട്ടോ ഡോക്ടർ മാർക്കസിന് കാണിച്ചു കൊടുത്തു. ഈ പെൺകുട്ടിയല്ലേ ഷാർലറ്റ്, മെക്കാനിക്കൽ ഗേൾ. മാർക്കസിനാണെങ്കിലേ ആ ഫോട്ടോയിലുള്ളത് ഷാർലറ്റ് ആണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നറിയില്ല. കാരണം ഡോക്ടർ ആ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ, ഷാർലറ്റിനെ കണ്ടിട്ടില്ല. രണ്ടുപേരും തിരക്കിട്ട് ഷാർലറ്റ് എന്ന പെൺകുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം തന്നെ തിരയാൻ തുടങ്ങി. എന്നാൽ അതിലൊന്നിൽ പോലും ഷാർലറ്റ് എന്ന പേരുണ്ടായിരുന്നില്ല. എമി ഉടനെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കണ്ടുകിട്ടിയ ആ ഫിലിം റോളില്ലേ അത് പ്രൊജക്ടറില് പ്ലേ ചെയ്തു നോക്കി. ആ വീഡിയോയിലെ കാലിലെ മെറ്റൽസ് ഒക്കെ ഇട്ട ഒരു പെൺകുട്ടിയെ കാണും. ആ കുഞ്ഞ് വേദന കൊണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് എല്ല് പൊട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ റെയർ ആയിട്ടുള്ള ഒരു ബോൺ ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോ എമി പറയും, മാർക്കസ്, എനിക്ക് ഈ പെൺകുട്ടി ഷാർലറ്റ് ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നറിയില്ല. എന്നാ ഒരു കാര്യം ഉറപ്പാണ്, ഈ കുഞ്ഞിന്റെ ആത്മാവാണ് ഇവിടെയുള്ള മറ്റു കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അവൾ അനുഭവിച്ച വേദന
അത് മറ്റുള്ളവർക്ക് കൊടുത്തോണ്ടിരിക്കുക. മാർക്കസ് ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ എമിയെ നോക്കി. അടുത്ത നിമിഷം തന്നെ മുകളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. സീലിംഗ് ഒക്കെ തകരാൻ തുടങ്ങി. ഇതോടുകൂടി മാർക്കസും എമി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയാണ്. ഉടനെ തന്നെ ഡോക്ടർ മാർക്കസ് മറ്റുള്ള ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും ഒക്കെ അലേർട്ട് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് മാറ്റണം. എന്നാൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് സെൽഫോണിൽ നിന്ന് കോൾ പോകുന്നില്ല. പുറത്ത് നല്ല ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ എമി എമർജൻസിക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സീനിയർ ഡോക്ടറായ മിസ്സസ് ഫോർഡിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ ഇപ്പൊ സമയമില്ല. കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണമെന്ന് പറയുമ്പോ മിസ്സസ് ഫോർഡ് അതിനെ സമ്മതിക്കില്ല. നിനക്കെന്താ ഭ്രാന്തായോ? ഇത് കേട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു. എന്തൊക്കെയോ പറഞ്ഞ് പുള്ളിക്കാരിയെ കൺവിൻസ് ചെയ്തു. മിസ്സസ് ഫോർഡ് എമർജൻസിക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും തിരികെ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് മിസ്സസ് ഫോർഡ് നടന്ന എല്ലാ കാര്യങ്ങളും നായികയോട് തുറന്നു പറയുന്നത്. മിസ്സസ് ഫോർഡ് ഈ ആശുപത്രിയിലേക്ക് പുതുതായിട്ട് ജോലിക്ക് വന്നപ്പോഴാണ് ആ പെൺകുട്ടി ചികിത്സയ്ക്കായിട്ട് മേഴ്സി ഫോൾസിലേക്ക് വന്നത്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും ആ പെൺകുട്ടിയുടെ അവസ്ഥ മെച്ചപ്പെടാൻ തുടങ്ങി. അവളുടെ വേദനകൾ ഇല്ലാതായി. കുഞ്ഞ് പതിയെ നടക്കാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ ഇക്കാര്യം അറിഞ്ഞ ആ പെൺകുട്ടിയെ കെയർ ചെയ്തോണ്ടിരുന്ന നഴ്സില്ലേ, അവരെ കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ആ നഴ്സ് ആ പെൺകുട്ടിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, കെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വിട്ടു പിരിയാതിരിക്കാൻ ആ നഴ്സ് വളരെ ക്രൂരമായൊരു തീരുമാനത്തിലെത്തി. ആ പെൺകുട്ടിയുടെ എല്ലുകളൊക്കെ വീണ്ടും ഒടിയാൻ തുടങ്ങി. കുഞ്ഞിന്റെ അവസ്ഥ വളരെ മോശമായി. അത് ആ നഴ്സിന്റെ പണിയായിരുന്നു. അങ്ങനെ ആ നഴ്സിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അതവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അവസാനം ആ നഴ്സ് തന്നെ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി. എന്നിട്ട് ആ പെൺകുട്ടിയുടെ മെറ്റൽസ് ഒക്കെ ദേഹത്ത് പിടിപ്പിച്ച് ആ നഴ്സ് ലിഫ്റ്റിന് മുകളിൽ നിന്ന് ആ ഷാഫ്റ്റിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യായിരുന്നു. അത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റായത് കാരണം ഈ വാർത്ത പുറത്തേക്ക് അധികം സ്പ്രെഡ് ആയിട്ടില്ല. പതിയെ പതിയെ ഇക്കാര്യങ്ങളെല്ലാം എല്ലാവരും മറക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആശുപത്രിയിലെ മറ്റ് സ്റ്റാഫുകളൊക്കെ ചേർന്ന് കുഞ്ഞുങ്ങളെ ഷിഫ്റ്റ് ചെയ്യാനുള്ള തിരക്കിലാണ്. ആ ബിൽഡിംഗ് ഒക്കെ മൊത്തത്തിൽ കുലുങ്ങിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് രണ്ടാമത്തെ നിലയിൽ നിന്ന് എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാം. എല്ലാവരും അത് കണ്ട് പേടിച്ചിരിക്കുകയാണ്. കൂട്ടത്തിലെ ഒരു കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചധികം പോർട്ടബിൾ ആയിട്ടുള്ള ഓക്സിജൻ മാസ്ക് വേണം. മാറ്റ് അങ്ങനെ ഓക്സിജൻ മാസ്ക് എടുക്കാനായിട്ട് സ്റ്റോർ റൂമിലേക്ക് ഓടി. ഈ സമയം തന്നെ നമ്മുടെ മാർക്കസ് വീണ്ടും വീണ്ടും അതേ വീഡിയോ തന്നെ പ്ലേ ചെയ്ത് കണ്ടോണ്ടിരിക്കുക. മരിച്ച ആ പെൺകുട്ടി അതാരാണെന്ന് കണ്ടെത്താൻ. അങ്ങനെ ഒരു വിധത്തിലെ ആ പെൺകുട്ടിയുടെ മെഡിക്കൽ റെക്കോർഡിന്റെ നമ്പർ കണ്ടെത്തി. മാർക്കസ് ഉടനെ തന്നെ ആ ഫയലുകളൊക്കെ തിരയാൻ തുടങ്ങി. ഇപ്പോഴാണ് ഡോക്ടർ ആ ഞെട്ടിക്കുന്നൊരു സത്യം തിരിച്ചറിയുന്നത്. ആ ബ്രേസസ് ഒക്കെ ഇട്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ പേര് മാൻഡി എന്നാണ്, അല്ലാതെ ഷാർലറ്റ് അല്ല. ഷാർലറ്റ് എന്നത് ആ ക്രൂരയായ നഴ്സാണ്. ആ നഴ്സിന്റെ പ്രേതമാണ് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത്. അസുഖം മാറി ഇവിടെ നിന്ന് പോകുന്നവരെയൊക്കെ കൊന്നോണ്ടിരിക്കുന്നത്. മറ്റൊരു വശത്ത് മാറ്റാണെങ്കിൽ ആ സ്റ്റോർ റൂമിനകത്ത് എന്തോ ശബ്ദം കേട്ട് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ അത് ആ ഷാർലറ്റിന്റെ പ്രേതമാണ്. അതങ്ങനെ കണ്ണും തള്ളി മാറ്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ മിസ്സസ് ഫോർഡും എമിയും ആശുപത്രിയിലെത്തി. മാർക്കസ് എല്ലാ കാര്യങ്ങളും എമിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആ നഴ്സാണ്. ഇതൊരു കുഞ്ഞിന്റെ പ്രേതമല്ല. ആ റിപ്പോർട്ട് കണ്ട് എമി ആകെ അമ്പരന്നു പോയി. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, കുഞ്ഞുങ്ങളെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണം എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഓടി. എന്നാ അവിടെ ചെല്ലുമ്പോ കുഞ്ഞുങ്ങളൊക്കെ വേദന കൊണ്ട് താഴേക്ക് വീണ് നിലവിളിക്കുകയാണ്. അവരുടെ എല്ലുകളൊക്കെ തനിയെ ഒടിയാൻ തുടങ്ങി. ആ പ്രേതം അവരെ ആരെയും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. ആ ബിൽഡിംഗ് അങ്ങനെ തകർന്ന് താഴേക്ക് വീണോണ്ടിരിക്കുകയാണ്. എമിക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. അപ്പോഴേക്കും റെസ്ക്യൂ ടീം അങ്ങോട്ടെത്തി കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് അവരൊത്തിരി ബഹളം വെക്കുന്നുണ്ട്. എമി പരമാവധി അവരെ തടയാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അവരാരും അത് കേൾക്കില്ല. പെട്ടെന്ന് അടുത്ത നിമിഷം തന്നെ അവിടെ മൊത്തത്തിൽ സൈലന്റ് ആയി. ആ ശബ്ദങ്ങളൊക്കെ നിന്നു. എന്തുകൊണ്ടായിരിക്കാം ആ പ്രേതം ഇപ്പൊ അവരെ തടയാത്തത്? ഇപ്പോ അവർക്ക് പുറത്തേക്ക് കടക്കാം. ആ റെസ്ക്യൂ ടീം ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് മിസ്സസ് ഫോർഡ് ചോദിക്കും, മാഗി എവിടെ? മാഗിയെ കാണുന്നില്ല. ഇത് കേട്ട് ഹെലൻ ആകെ പേടിച്ച് വിറച്ചു നിൽക്കുക. ഹെലൻ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള തിരക്കിനിടയില് മാഗിയുടെ കാര്യം വിട്ടുപോയി. കുഞ്ഞ് തന്റെ കളഞ്ഞുപോയ പുതപ്പ് എടുക്കാനായിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. അതായത് ഷാർലറ്റ് മാഗിയെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് അവള് മറ്റുള്ള കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടത്. ഇത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ എമി കുഞ്ഞിനെ തെരഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലെത്തി. നോക്കുമ്പോഴേ മാഗി ആ പുതപ്പുമായിട്ട് ഒരു മുറിക്കകത്ത് പേടിച്ച് നിൽക്കുക. എമി കുഞ്ഞിന്റെ അടുത്തേക്ക് നടന്നതും ആ ഫ്ലോർ തന്നെ തകർന്ന് വീഴാൻ തുടങ്ങി. മാഗിക്ക് തൊട്ട് പിന്നിലായി ആ പ്രേതത്തിന്റെ കൈ കാണാം. അതാ കർട്ടന് പിന്നിലും മറഞ്ഞു നിൽക്കുന്നുണ്ട്. എമി എന്റെ അടുത്തേക്ക് വരല്ലേ, അവൾ
അവൾ അതിന് സമ്മതിക്കില്ല. എമി പതിയെ ചെന്ന് കുഞ്ഞിനെ എടുത്തു. ഷാർലറ്റിന്റെ പ്രേതം അങ്ങനെ ദേഷ്യം പിടിച്ച് അവരുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുക. കുഞ്ഞ് പേടിച്ചിട്ട് കണ്ണൊക്കെ അടച്ചു പിടിച്ചിരുന്നു. അങ്ങനെ തന്നെ ആ സെക്കൻഡ് ഫ്ലോർ തകർന്ന് താഴേക്ക് വീണു. അവർക്കിപ്പോ ആ മുറിക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് യാതൊരു വഴിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, എമി കുഞ്ഞിനെ എടുത്ത് ആ മുറിക്ക് പുറത്തേക്ക് ഒരു ഒറ്റ ചാട്ടമാണ്. അതില് മാഗിക്ക് ചെറിയ രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എമിയുടെ കാലില് ഒരു ഇരുമ്പ് പൈപ്പ് കുത്തിക്കേറി ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടുന്നുണ്ട്. എമിയെ കൊണ്ട് ഇപ്പൊ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടാൻ വയ്യ. ആ സെക്കൻഡ് ഫ്ലോർ മുഴുവനായും തകർന്ന് താഴേക്ക് വീണോണ്ടിരിക്കുക. എമി എങ്ങനെയൊക്കെയോ ഒരു വിധത്തില് താഴേക്ക് എടുത്ത് ചാടി രക്ഷപ്പെട്ടു. എന്നാ മാഗിയെ വിളിച്ചു നോക്കിയിട്ട് കുഞ്ഞിന് യാതൊരു അനക്കവുമില്ല. ഇത് താങ്ങാനാവാതെ എമി കരയുന്നുണ്ട്. അപ്പോഴേക്കും റെസ്ക്യൂ ടീമും ഡോക്ടർ മാർക്കസും അങ്ങോട്ട് ഓടിയെത്തി. എന്നാലും മാഗിയെ രക്ഷപ്പെടുത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇതേ സമയം എമിയുടെ മുറിവിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോയത് കാരണം നായിക അവിടെ തളർന്നു വീണു. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഞാനും മരിക്കാൻ പോവാണ്, ഞാനും അവളെ കണ്ടതല്ലേ, ഇങ്ങനെ എന്തൊക്കെയോ എമി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഡോക്ടർ മാർക്കസ് ഭ്രാന്ത് പിടിച്ചതുപോലെ എമിയെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാലും എമി കണ്ണു തുറക്കുന്നില്ല. ഈ സമയം മാഗിയുടെ പ്രേതാത്മാവ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന മൂവിയിൽ കാണിച്ചിരിക്കുന്നത് പോലെ എമിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ നായിക കണ്ണു തുറക്കുന്നു. അടുത്ത ദിവസം എമിയെ കാണാനായിട്ട് ആ 2 സൈക്കിക് മുത്തശ്ശിമാര് വരുന്നുണ്ട്. അവര് ഒരു അത്ഭുതത്തോടെയാണ് നായികയോട് സംസാരിക്കുന്നത്. അപ്പോ എമി അവരോട് ചോദിക്കും, എന്തുകൊണ്ടാ ഞാൻ മാത്രം രക്ഷപ്പെട്ടത്? ഷാർലറ്റിനെ കണ്ട എല്ലാവരും മരണപ്പെട്ടില്ലേ? അതിന് ഓൾഗ മുത്തശ്ശി പറയും, ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, നമ്മള് പല ചോദ്യങ്ങളും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. മാഗി ഇപ്പോ ജീവിച്ചിരിപ്പില്ല എന്ന് എമിക്ക് അറിയാം. എന്നാലും ഡോക്ടർ മാർക്കസിനോട് മാഗിയെ കുറിച്ച് ചോദിക്കും. മാർക്കസ് അവളെ സമാധാനിപ്പിക്കാനായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരങ്ങനെ യാത്ര പറഞ്ഞ് ആ മുറിയിൽ നിന്ന് പോകുമ്പോ നമ്മളെ കാണിക്കുന്നുണ്ട്. മാഗിയുടെ ആത്മാവ് എമിക്ക് തൊട്ടടുത്തിരിക്കുന്നു. ഈ ഒരു സീനോടെയാണ് ഫ്രജൈൽ എന്ന ഈ ഒരു ബ്രിട്ടീഷ് ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.